തിരുവനന്തപുരം വിഴിഞ്ഞം ഹാർബറിലെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോലും കഴിയാതെ സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ മാസം ഇവിടെ എത്തിയ മന്ത്രി നൽകിയ ഉറപ്പ് പോലും ജലരേഖയായി മത്സ്യത്തൊഴിലാളികൾ പറയുകയാണ്. അങ്ങനെ പ്രാഥമിക കാര്യങ്ങളായി കുടിവെള്ളവും ശൗചാലയവുമെങ്കിലും നിർമ്മിച്ച് നൽകണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. ടോപ് 10 സ്പെഷ്യൽ കാണാം. അഞ്ചുതെങ്ങ് മുതൽ കന്യാകുമാരി വരെയുള്ള ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് തിരുവനന്തപുരം വിഴിഞ്ഞം ഹാർബറിനെ മത്സ്യബന്ധനത്തിനും വിൽപ്പനയ്ക്കുമായി ആശ്രയിക്കുന്നത്. ദിനവും 1500-ലധികം വള്ളങ്ങളാണ് മത്സ്യബന്ധനത്തിന് ശേഷം ഹാർബറിലെത്തുന്നത്. കൂടാതെ 100 കണക്കിന് ആളുകളും ദിനവും ഹാർബറിലേക്ക് എത്തും. ഇവർക്കാവശ്യമായ കുടിവെള്ളമോ ശൗചാലയ സൗകര്യങ്ങളോ ഒരുക്കാൻ ഫിഷറീസ് വകുപ്പിനും തുറമുഖ വകുപ്പിനും ഇനിയും കഴിഞ്ഞിട്ടില്ല. മാറി മാറി വന്ന സർക്കാരുകളോടുള്ള തങ്ങളുടെ അഭ്യർത്ഥനകൾക്ക് ഹാർബറിന്റെ അത്രത്തോളം പഴക്കമുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇത്രയും വലിയ ക്രയവിക്രയം ചെയ്യുന്ന ഈ ഏരിയയിൽ ഇതൊരു പ്രശ്നമാണ്. പ്രധാനമായി ഒരു കുടിവെള്ളം വേണമെങ്കിൽ പോലും ഇവിടെ നിന്ന് ഓടണം. കാര്യം നമ്മളുടെ വീടുകളിലെങ്കിലും പോകുമെന്ന് പറയാം. ഈ പുറത്തുനിന്നായിരുന്നാലും, അതായത് വേറെ ഹാർബറിൽ കയറാൻ പറ്റാതെ ഇതേ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലുള്ളവർ തന്നെയാണ് ഇവിടെ എല്ലാ ഇടവകളെ ആൾക്കാർ ആശ്രയിച്ച് വിഴിഞ്ഞത്ത് കയറുന്നത്. അവർക്കിവിടെ ഒരു കുടിവെള്ളമോ ഒരു ബാത്റൂം സൗകര്യമോ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല നിലവിൽ. അത് വലിയ പോരായ്മ തന്നെയാണ്. വെയിറ്റിംഗ് ഷെഡുകൾ ഇവിടെ വേണം. ഇതൊക്കെ ഇവിടെ അത്യാവശ്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. കൃത്യമായ ഡ്രഡ്ജിങ്ങിലൂടെ തീരത്തിന്റെ വികസനം, ശുദ്ധമായ കുടിവെള്ളം, മത്സ്യത്തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ ഷെഡ്, പിടിച്ചെടുക്കുന്ന മത്സ്യങ്ങൾ വിറ്റഴിക്കാൻ മാർക്കറ്റ്, മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ ഷെഡുകൾ എന്നിങ്ങനെ തങ്ങളുടെ ആവശ്യങ്ങൾ അന്നും ഇന്നും ഒന്നാണെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പക്ഷം. കടൽക്ഷോഭവും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ഓടിയെത്തുന്ന മന്ത്രിമാരും ജനപ്രതിനിധികളും പാഴ്വാഗ്ദാനങ്ങൾ നൽകി മടങ്ങിപ്പോവുകയാണ് പതിവ്. കേരളത്തിന്റെ സൈന്യമെന്ന് വിശേഷിപ്പിച്ച തങ്ങളെ ഓരോ സർക്കാരുകളും ഈ രീതിയിലാണ് പരിഗണിക്കുന്നതെന്നും മത്സ്യത്തൊഴിലാളികൾ കുറ്റപ്പെടുത്തുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം മുതൽ പറഞ്ഞു തുടങ്ങിയ ഹാർബർ നവീകരണം തുറമുഖം തുറന്നിട്ടും എങ്ങും എത്തിയിട്ടില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. സർക്കാരുകൾ പാഴ്വാക്കുകൾ തുടരുമ്പോഴും അതിലും പ്രതീക്ഷ അർപ്പിക്കുകയാണ് കടലിന്റെ മക്കൾ. ഒരു ട്രോളിംഗ് കാലം കൂടി അവസാനിക്കുമ്പോഴും അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിൽ വീർപ്പുമുട്ടുകയാണ് വിഴിഞ്ഞം ഹാർബർ. സർക്കാർ കനിയണം എന്ന് മാത്രമാണ് ഇവർ വീണ്ടും ആവർത്തിക്കുന്നത്. ക്യാമറമാൻ സുരേഷിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രാഥമിക സൗകര്യം പോലും ഒരുക്കാത്ത സർക്കാർ നിലപാടിൽ കടുത്ത പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ളത്. ചില പ്രതികരണങ്ങൾ കേൾക്കാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സീസൺ ടൈമാണ്. സീസൺ ടൈം പുറത്തുള്ള വള്ളങ്ങളൊക്കെ ഇവിടെ പിടിക്കുന്നുണ്ട്. ആ പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കറിയാം ഇത്ര സൗകര്യമേ ഉള്ളൂ. ഈ സൗകര്യത്തിൽ നിന്നിട്ട് ഞങ്ങൾക്ക് ഈ വള്ളങ്ങൾ പിടിക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ വലകൾ വയ്ക്കാനുള്ള സൗകര്യമില്ല, ഒന്നും മഴ നനഞ്ഞാൽ കയറി നിൽക്കാനുള്ള സൗകര്യമില്ല. അങ്ങനെയുള്ള ഭയങ്കര ബുദ്ധിമുട്ട് നമ്മളെ വിഴിഞ്ഞത്ത് ഉണ്ട്. പക്ഷേ ഈ കാലാകാലങ്ങളിൽ എത്ര ഞങ്ങൾ പറഞ്ഞാലും ഇവിടുത്തെ മന്ത്രിസഭയോ നേതാക്കളോ ആരും കേൾക്കുന്നില്ല, സഹാക്കൾ ആരും കേൾക്കുന്നില്ല. ഇതാണ് ഇവിടെ കാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി പരിഹാരം കാണുമെന്ന് ഞങ്ങൾ പിന്നെ വർഷങ്ങളോളം പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു തീരുമാനം അവരെടുക്കുന്നില്ല. അവർ കേൾക്കുന്നു, ചെയ്യാന്ന് പറയുന്നില്ല, ഒന്നും ചെയ്തു തരുന്നില്ല. ഞങ്ങൾ അഞ്ചുതെങ്ങ് മുതൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള വള്ളങ്ങൾ വരെ ആശ്രയിക്കുന്ന ഏക ഹാർബർ വിഴിഞ്ഞം ഹാർബറാണ്. ഹാർബറിൽ കൊള്ളാവുന്നതിനാൽ കൂടുതൽ കപ്പാസിറ്റിയാണ് ഇപ്പോൾ ഈ നാട്ടുകാർ ഇവിടെ ഉൾക്കൊള്ളുന്നത്. 5-6 ചെറിയ ഷെഡുകൾ ഇത്തിരി ശകലം മുകളിലുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അടിസ്ഥാന സൗകര്യമായ ബാത്റൂം പോലും ഇവിടെ ഇല്ല നിലവിൽ. കുടിവെള്ളം പോലും ഇല്ല. ടോയ്ലറ്റ് കടലിലാണ് പോണ്. അത് ഇവിടെ അല്ലേ എടുക്കണം, ഇവിടെ എല്ലായിടത്തും ഇല്ലാത്തതുകൊണ്ട് തന്നെ പറയണം. ഇവിടെ എല്ലായിടത്തും വെക്കില്ല, ഇടമല്ലി കിടക്കണം. തരുമെന്ന് പറഞ്ഞു കൊണ്ടുവയ്ക്കണില്ല. എല്ലാവരും പറയണു വരുമ്പോൾ അതെല്ലാം ഉണ്ടാക്കാം. ഒരു മാസം 2000 രൂപ ഒരു കുടമാസം ഒരു കാറ്റടിക്ക് അതങ്ങ് പോകും. പാവപ്പെട്ട ഞങ്ങൾ എന്ത് ചെയ്യും? അവിടെ ഷീറ്റിട്ട് ഞങ്ങൾക്ക് ഷീറ്റിട്ട് തരണില്ല. ആ സൈഡ് അവിടെ ആരൊക്കെ വന്ന് അവർക്ക് ഇട്ട് കൊടുത്തു. ഇപ്പം നമ്മൾ പറഞ്ഞാൽ പോലും അവർ നമുക്ക് ഷീറ്റ് തരുന്നില്ല. നാട്ടിലുള്ള വള്ളങ്ങൾ തന്നെ, വിഴിഞ്ഞത്തുള്ള വള്ളം തന്നെ 1500-ലും കൂടുതലുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയൊരു കടപ്പുറത്ത് ഈ 1500-ൻ്റെ പ്ലസ് പുറത്തുനിന്ന് വരുന്നത്, ഇത്രയും വള്ളങ്ങൾ കൊണ്ട് പിടിക്കാനുള്ള സൗകര്യമില്ല. തീരം തരുമെന്ന് പറഞ്ഞു. നമ്മുടെ കഴിഞ്ഞ 1.5 മാസത്തിന് മുമ്പ് ഇവിടെ ഒരു കടൽക്ഷോഭം ഉണ്ടായി. 3 ആൾക്കാർ മരിക്കുകയുണ്ടായി. അന്ന് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാർ ഇവിടെ വന്ന് സംസാരിക്കുകയുണ്ടായി. നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അന്ന് തന്നെ ചെയ്തു തരാം. കമ്മിറ്റിയിൽ വിളിച്ചു പറയുകയും അതിൻ്റെ ആവശ്യം എന്താണെന്ന് അവതരിപ്പിച്ച് നമുക്ക് സാധിച്ചു തരാമെന്ന് പറഞ്ഞു. രജിത് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രജിത്, മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ വളരെ പ്രധാനമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളത് ഏതൊരു സർക്കാരും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെ കാത്തിരിപ്പ് അനന്തമായി നീളുമ്പോൾ ശക്തമായ ഒരു പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? എന്താണ് ഇവർ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഇനി ചെയ്യാൻ പോകുന്നത്?
2500-ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികളാണ് വിഴിഞ്ഞത്ത് ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ പലപ്പോഴായി സർക്കാരിന് മുന്നിൽ ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു മാസം മുമ്പ് വരെ ഇവർ ഈ പ്രശ്നം കഴിഞ്ഞ ഒരു മാസം മുമ്പ് അവിടെ അപകടം നടന്ന സമയത്ത് പോലും മന്ത്രി വി ശിവൻകുട്ടി അവിടെ എത്തി ഇവരുടെ പ്രശ്നങ്ങൾ ഏതാനും മാസങ്ങൾക്കകം പരിഹരിക്കാം എന്ന രീതിയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനൊന്നും ഒരു മാറ്റമുണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള സൗകര്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. കുടിവെള്ളവും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യവുമാണ് ഏറ്റവും പ്രധാനമായും ഹാർബറിൽ ഒരുക്കി നൽകേണ്ടതെന്നും ഇവർ പറയുന്നു. മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തീരത്തിൻ്റെ ശോഷണം, തീരം തീർത്തുമില്ലാത്ത സാഹചര്യത്തിൽ ഇത്രത്തോളം വള്ളങ്ങൾ എല്ലാ ദിവസവും തന്നെ ചെറിയ വള്ളങ്ങളിൽ മീൻപിടുത്തം നടക്കുന്ന അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ മീൻപിടുത്തത്തിന് പോവുകയും തിരികെ വരികയും ചെയ്യുന്ന ഒരു ഹാർബറാണ് വിഴിഞ്ഞം ഹാർബർ. അത്തരത്തിലൊരു പരിഗണന വിഴിഞ്ഞം ഹാർബറിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. 5 തെങ്ങ് മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗത്തു നിന്നുള്ള 2500-ഓളം മത്സ്യത്തൊഴിലാളികൾ ദിനവും ഇവിടേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ എത്തുന്ന മറ്റ് ആളുകളുണ്ട്. ഇവർക്കാർക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യമില്ല. ഇത് പലപ്പോഴായി മാധ്യമങ്ങൾ തുറന്നു കാണിച്ചിട്ടുള്ളതാണ്. അമൃത TV പോലും പലപ്പോഴും ഈ കാര്യം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അതിനൊരു വ്യത്യാസം ഇതുവരെയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ മാസം എത്തിയ മന്ത്രി, അല്ലെങ്കിൽ 2 മാസങ്ങൾക്ക് മുമ്പ് എത്തിയ മന്ത്രി 2 മാസത്തിനുള്ളിൽ ഒരു ശാശ്വത പരിഹാരം അല്ലെങ്കിൽ പോലും ഒരു പരിഹാരം ഉണ്ടാക്കിത്തരാം എന്ന് ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നത്. ആ ഉറപ്പ് പോലും പാലിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇവർ പറയുന്നത്. ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ തുറമുഖ വകുപ്പും ഇക്കാര്യത്തിൽ ഒരു നിസ്സംഗത മനോഭാവം സ്വീകരിക്കുകയാണ്. തങ്ങൾ ഈ സംസ്ഥാനത്തിൻ്റെ പട്ടാളമാണ് എന്നൊക്കെ പറയുമ്പോഴും തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് ശരി, ശക്തമായ പ്രതിഷേധം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും.